നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് പല കൊടുങ്കാറ്റുകളും വന്നുപോയിട്ടുണ്ട്. ആരോപണങ്ങളും വിവാദങ്ങളും അന്വേഷണങ്ങളും ഭരണാധികാരികളെ പലവട്ടം വളഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കേസുകൾ വെറും നിയമ പോരാട്ടങ്ങളായി മാത്രം നിൽക്കില്ല. അവ പ്രതിച്ഛായകളെ വിചാരണ ചെയ്യുന്ന ജനകീയ കോടതികളായി മാറും. CMRL എക്സാലോജിക് ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും അത്തരമൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. മാസപ്പടി കേസിൽ CMRLന് കനത്ത തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ED അന്വേഷണത്തിനെതിരെ നേരത്തെ CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച CMRLന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. വെള്ളിയാഴ്ച അന്തിമ വിധി വരും വരെ തുടർ നടപടികൾ ഉണ്ടാകരുതെന്ന് EDയോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ED കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നതും CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും അടക്കമുള്ള നടപടികളുമായി ED മുന്നോട്ട് പോയിരുന്നു. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും വളരെ വിപുലമായ മാനങ്ങളുള്ള കേസാണിതെന്നുമാണ് ED കോടതിയിൽ വാദിച്ചത്. എന്നാൽ EDക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രെഡിക്കേറ്റ് ഒഫൻസ് കേസിൽ ഇതുവരെ തെളിവായിട്ടില്ല എന്ന് CMRL കോടതിയിൽ ആവർത്തിച്ചു. SFIO സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായതിനാൽ അതിനെ നിലവിലൊരു കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നും അതിനാൽ PMLA പ്രകാരമുള്ള അന്വേഷണം നിയമവിരുദ്ധമാണ് എന്നുമാണ് കമ്പനിയുടെ പ്രധാന വാദം. ബാംഗ്ലൂർ ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഹൈക്കോടതിക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് ED കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് CMRLനെതിരായ നടപടി വെള്ളിയാഴ്ച വരെ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇവിടെ കോടതിയുടെ മുന്നിലുള്ള ചോദ്യം നിയമപരമാണ്, എന്നാൽ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം രാഷ്ട്രീയവും ധാർമ്മികവുമാണ്. ഒരു കമ്പനി സേവനം ലഭിക്കാതെയാണ് പണം നൽകിയതെന്ന ആരോപണം ഉയരുമ്പോൾ ആ പണം സ്വീകരിച്ച സ്ഥാപനത്തിന്റെ ഉടമ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളാണെന്ന വസ്തുത സ്വാഭാവികമായും പൊതുജന ശ്രദ്ധയെ ആകർഷിക്കും. ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. പക്ഷേ സംശയങ്ങളുടെ രാഷ്ട്രീയ വില പൊതുസമൂഹം ഇതിനകം കണക്ക് കൂട്ടി തുടങ്ങിയിരിക്കുന്നു. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി നിയമ പോരാട്ടമല്ല, വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഒരു സംരംഭക എന്ന നിലയിൽ അവർ മുന്നോട്ട് വെച്ച പ്രതിച്ഛായയ്ക്ക് മേൽ ആരോപണങ്ങളുടെ നിഴൽ വീണുകഴിഞ്ഞു. അന്വേഷണം കൂടുതൽ ആഴത്തിലാവുകയും പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്താൽ ഈ കേസിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ആഘാതം നേരിടേണ്ടി വരിക പിണറായി വിജയനാകാം. കാരണം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് ശക്തനായ ഭരണാധികാരിയുടെ പ്രതിച്ഛായയാണ്. അഴിമതിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന നേതാവെന്ന ബിംബമാണ് അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ മൂലധനം. കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടർച്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ബിംബത്തിന് സ്വാഭാവികമായി വിള്ളലുകൾ വരാം. ഭരണപക്ഷവും ഈ വിഷയത്തെ ഒരു സാമ്പത്തിക ഇടപാട് വിവാദമായി മാത്രമല്ല അധികാരവും സ്വാധീനവും ചേർന്ന രാഷ്ട്രീയ കഥയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി മുറികളിൽ നടക്കുന്ന ഓരോ നടപടിയും രാഷ്ട്രീയ വേദികളിൽ പുതിയ ആയുധമായി മാറുകയാണ്. ചരിത്രം പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, പലപ്പോഴും നേതാക്കളെ പരാജയപ്പെടുത്തുന്നത് കോടതി വിധികളല്ല, ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ധാരണകളാണ്. CMRL കേസ് ഒടുവിൽ നിയമപരമായി എവിടെ എത്തുമെന്ന് സമയം പറയും. പക്ഷേ അതുവരെ മാസപ്പടി എന്ന ഒരു വാക്ക് കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെയും വീണ വിജയന്റെയും പിന്നാലെ നിഴലുപോലെ സഞ്ചരിക്കുമെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്.